അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു എടങ്ങറ്, എന്തോ പരീക്കുട്ട കുടുംബത്തൊരു എടങ്ങറ് കിടന്ന് ഇങ്ങനെ കെട്ടിത്തിരിയണ്ടല്ലോ. അപ്പൊ ഞാനേ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോ ഓന്റെ കൂട്ടുകെട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൽ കിടന്ന് കെട്ടിത്തിരിയാണോ അല്ലേ? എന്തോ കൂട്ടുകാരോ സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് ഓരോ വീടൊക്കെ പോയി എന്നിട്ട് ഓരോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കാണല്ലേ ഇപ്പൊ. അതിനുള്ള സൗകര്യമൊക്കെ മൂപ്പര് ഇവിടെ ചെയ്തു കൊടുത്ത്. നമ്മുടെ കൂട്ടക്കാരല്ല അല്ലേ? അല്ല, അതൊക്കെ പിന്നെ പോട്ടെ. നമ്മുടെ കുടുംബത്ത് വേറെ ആരെങ്കിലും വന്ന് താമസിക്കാന്ന് പറഞ്ഞാ അത് ശരിയാണ് അയാളേപ്പാ. പിന്നെ അത് മാത്രല്ല, നമുക്ക് ഹറാമല്ലേ ഈ മദ്യൊക്കെ. മൂപ്പര് കുടിക്കൊക്കെ ചെയ്യൂ. അല്ല, മൂപ്പരെ കൂട്ടുകാരൻ കുടിച്ച് ഇവിടെ വന്നിട്ട് പാട്ടും കൂത്തും അടി ഇടി കുത്ത് ബഹളം. ഞാൻ സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. അതിന് ശേഷം ഒരു സൗകര്യമില്ല ഇവിടെ. മേടിക്കണ്ട, അതിനുള്ളൊരു വഴി ഞാൻ കണ്ടാ പോലെ മതി. ഒരു കാര്യം ചെയ്യ്, ഒരു ചരടും എടുക്ക്. ചരടിപ്പോ ഞാൻ കടക്ക് പോയി മേടിച്ചു വരാ. അതെ, ഇനി വേണ്ടി കടയിലേക്കൊന്നും പോകണ്ട. ചരടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് അന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇജ്ജ് കെട്ടണം, കഞ്ചിലോ കാലിലോ. കേട്ടോ, അത് പിടിച്ചാണി ഒന്നെടുത്തിട്ട് വേണത് കെട്ടാനേ. എന്നാ കയ്യാണിക്ക്. ബിസ്മില്ലാഹി തവക്കലതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.